പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായിനീ അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഗീതച്ചേച്ചി പ്രീതു ഉണ്ടായിരുന്നു. പ്രീതു ഡിസ്കണക്ട് ആയി. കേക്കാവോ ഗീതച്ചി? ഹലോ, പ്രീതുവിനെ കേക്കാമോ? കേക്കാം സാർ. ഓക്കെ. മറ്റേ ചേച്ചിയുടെ കയ്യിൽ ബുക്ക് ഇല്ലാത്തതുകൊണ്ട് പ്രീതു വായിക്കാമോ? 65-ാമത്തെ ശ്ലോകം. വായിക്കാം സാർ. പ്രസാദേ സർവദുഃഖാനാം അത് മ്യൂട്ട് ചെയ്യണേ. ഹ്യാശു ബുദ്ധി പരിവദിഷ്ടതേ. മനപ്രയാസം കൈവരുമ്പോൾ മനപ്രസാദം കൈവരുമ്പോൾ അവന്റെ സുഖദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്ന ചിത്തന്റെ പ്രജ്ഞ വേഗം നിശ്ചലമായി തീരുന്നു. വളരെയേറെ പ്രയത്നിച്ചതിന്റെ ഫലമായി മനസ്സ് പ്രസന്നമായി എന്നിരിക്കട്ടെ, അതുകൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരമാണ് ഈ ശ്ലോകം. മനസ്സ് പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങൾക്കും അറുതി വരുന്നു. സുഖത്തിന്റെ രഹസ്യം എന്തെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശാന്തിയാണ് സുഖം. ശാന്തമായ മനസ്സിൽ സുഖം അനുഭവപ്പെടും. സുഖവും ശാന്തിയും രണ്ടല്ല. വിക്ഷേപങ്ങൾ അടങ്ങിയ മനസ്സിൽ ദുഃഖം അനുഭവപ്പെടില്ല. കാരണം വിക്ഷേപ കലുഷിതമായ മനസ്സിന്റെ അവസ്ഥയാണ് ദുഃഖം. മനസ്സ് പ്രസന്നമാവുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു എന്നതിന് സർവ്വ വാസനകളും ക്ഷയിക്കുന്നു എന്ന അർത്ഥമാണ്. വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നുവെന്നും അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് വാസനമറ നീക്കി പരമപദം പൂകാമെന്നും മുഖവുരയിൽ പ്രസ്താവിക്കുകയുണ്ടായി. ജീവിത രംഗത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് എല്ലാ വാസനകളെയും സ്വയം നിർമാർജനം ചെയ്യാനാവില്ല. അതിനൊരുപായം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ആത്മനിയന്ത്രണത്തിന്റെ സഹായത്തോടെ മനസ്സിനെ സ്വാധീനിച്ച് പ്രശാന്തിയുടെ പവിത്രവേദിയിൽ പ്രതിഷ്ഠിക്കുക. അവിടെ വാസനകൾക്ക് നിലനിൽക്കാനാവില്ല. അങ്ങനെ വാസനാശോഷണം സംഭവിക്കുന്നു. അതെ, ഇതിന് നേരത്തെ ഇതിന്റെ മുമ്പത്തെ ശ്ലോകം പറഞ്ഞത് നമ്മൾ ഏതു കർമ്മവും നമ്മള് സമർപ്പണ ബുദ്ധിയായി ഒരു പ്രസാദ ബുദ്ധിയിൽ ഒരു പൂജ ചെയ്യുന്ന പോലെ ഒരു പൂജ ചെയ്യുമ്പോൾ നമുക്ക് അതിന് പ്രസാദം കിട്ടുന്ന അവസാനം നമ്മൾ പ്രസാദം വിതരണം ചെയ്യും. ആ കിട്ടുന്ന പ്രസാദം നമ്മുടെ മനപ്രസാദമാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോ കർമ്മത്തിൽ നിന്നും നമ്മൾ ഈ സമചിത്തതയിൽ എന്നുവെച്ചാൽ വിവേകത്തിൽ കർമ്മം ചെയ്യുമ്പോൾ അതാ വളരെയേറെ പ്രയത്നിച്ചതിന്റെ ഫലമായി മനസ്സ് പ്രസന്നമായി എന്നിരിക്കട്ടെ, അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുത്തരമാണ് ശ്ലോകം. മനസ്സ് പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങൾക്കും അറുതി വരുന്നു. സുഖത്തിന്റെ രഹസ്യം എന്തെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ശാന്തിയാണ് സുഖം. ശാന്തമായ മനസ്സിൽ സുഖം അനുഭവപ്പെടും. സുഖവും ശാന്തിയും രണ്ടല്ല. വിക്ഷേപങ്ങൾ അടങ്ങിയ മനസ്സിൽ ദുഃഖം അനുഭവപ്പെടില്ല. കാരണം വിക്ഷേപകലുഷിതമായ മനസ്സിന്റെ അവസ്ഥയാണ് ദുഃഖം. ഈ സുഖം എന്ന് പറയുന്നത് ഈ സുഖം നമുക്ക് എല്ലാവരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? സുഖത്തിന് വേണ്ടിയാ. അപ്പൊ നമ്മൾ ഇവിടെ ഈ സുഖത്തിന്റെ ഒരു ആ വാക്കിനെ നമ്മളെന്ന അർത്ഥം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സുഖം എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് സുഖം, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ നമുക്ക് ദുഃഖം. ഇതാണ് നമ്മുടെ സുഖത്തിന്റെ ദുഃഖത്തിന്റെ ഒരു പുറകിലുള്ള ഒരു വികാരം, ഇല്ലയോ? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ ഓക്കെ, നമുക്കൊരു സന്തോഷം വരും, സുഖം വരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ വരുന്നെങ്കിലോ നമുക്ക് ദുഃഖം വരുന്നു, നമുക്ക് ദുരിതത്തിലോട്ട് പോകും, നമ്മൾ ദുഃഖമാകും. അപ്പം ആക്ച്വലായിട്ട് ഈ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമ്പോഴേ അല്ലെങ്കിൽ നടക്കാത്തപ്പോഴേ, നടന്നാൽ സുഖം, നടന്നില്ലെങ്കിൽ ദുഃഖം. അപ്പൊ എന്റെ ആഗ്രഹ പൂർത്തീകരണമാണോ സുഖത്തിന് ആധാരം?
നമ്മളെല്ലാരും അങ്ങനെ വിചാരിക്കുന്നത്. സുഖം എന്റെ ആഗ്രഹം സാധിക്കുമ്പോഴാണ്, എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോഴാണ് എനിക്ക് സുഖം കിട്ടുന്നതെന്നാണ്. അപ്പൊ നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് മാറും. അതേ സമയത്ത് ഈ സുഖത്തിന്റെ അതിന്റെ ശരിക്കും നോക്കിയാൽ ആഗ്രഹം സാധിക്കുന്നതുകൊണ്ടല്ല സുഖം വരുന്നത്. നമുക്ക് സുഖത്തിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് വേറൊരു മെക്കാനിസമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ എനിക്ക് സുഖം കിട്ടുന്നു, ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ എനിക്ക് ദുഃഖം വരുന്നു. അപ്പൊ എനിക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഈ സുഖത്തിന്റെ മെക്കാനിസം നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനല്ല. കാരണം നമ്മൾ എന്റെ മനസ്സിനാണല്ലോ ഈ സുഖവും ദുഃഖവും. ഈ മനസ്സിന് സുഖം എന്ന് പറഞ്ഞാൽ എന്തുവാ, എന്റെ കാര്യം എന്തുവാ? മനസ്സിന്റെ സുഖം. ആ ഒരു നല്ല ഒരു സുഖത്തിലിരിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും സുഖം എപ്പോഴാ? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉറങ്ങുമ്പോഴല്ലയോ നമുക്ക് ഏറ്റവും നല്ല സുഖം. നല്ലപോലെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ നമ്മൾ അല്ലാത്ത നമ്മൾ ഉണർന്നിരുന്നോണ്ട് ഇപ്പൊ കഴിഞ്ഞ 1 മണിക്കൂറിൽ എനിക്ക് നല്ല സുഖമായിരുന്നു നമ്മൾ പറയൂ? കാരണം എന്തുകൊണ്ടാ പറയാ? നമ്മൾ ഉണർന്നിരിക്കുമ്പോ ഞാൻ സുഖത്തിലിരിക്കുവാന്ന് നമ്മൾ ആരെങ്കിലും പറയൂ? ഇല്ല. എനിക്ക് ചിന്തകളുണ്ട്. ഈ ചിന്തകൾ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് സുഖം വരുന്നത്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ നല്ല ഉറക്കത്തിൽ എനിക്ക് സുഖം. ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോ സുഖമായിട്ടൊന്ന് ഉറങ്ങി. പക്ഷെ ആ ഉറക്കത്തിൽ ആ സുഖം അറിഞ്ഞില്ല. ഉണർന്നു കഴിയുമ്പോഴാണ് സുഖമായിട്ടൊന്ന് ഉറങ്ങി എല്ലാരും നമ്മൾ പറയും. അപ്പം ചിന്തകൾ, ആ ഉറക്കത്തിൽ എനിക്ക് ചിന്ത ഉണ്ടോ? മനസ്സുണ്ടോ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇതൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല. അത് പൂർണ്ണമായിട്ട് ഒരു ഡോർമെന്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. അപ്പം എന്റെ സുഖത്തിന്റെ ആധാരം എന്തുവാ? ക്രൈറ്റീരിയ എന്തുവാ? അവിടെ ചിന്തകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും സുഖം. ചിന്തകളെ ഉണ്ടാവരുത്. അപ്പം ഇതാണ് സുഖത്തിന്റെ. അപ്പൊ നമ്മൾ അറിയിച്ച ഒരു ആഗ്രഹം സാധിക്കുന്നു, നമുക്കൊരു ആഗ്രഹം ജനിക്കുന്നു, ഒരു കാറ് വാങ്ങിക്കണം, ഒരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം ഒന്ന് അരച്ചു നോക്കും. ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ പലതും ശ്രമിച്ചു തുടങ്ങണം. പെട്ടെന്ന് ഒക്കത്തില്ല. ഓരോരോ വലിയ വലിയ ആഗ്രഹങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനുവേണ്ടി ഞാൻ എന്തുവേണ്ട ശ്രമങ്ങൾ അതിനു വേണ്ടി കൊണ്ടുവരേണ്ടത്. ആ ശ്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ എനിക്ക് പല പല ചിന്തകളാ. അപ്പൊ എനിക്കത് സുഖമായിട്ടേ തോന്നത്തില്ല. അപ്പൊ ഞാൻ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഓരോന്ന് പല പല രീതിയിൽ ചിന്തിച്ചു കൂട്ടി ഞാൻ കർമ്മങ്ങൾ ചെയ്യണം. പല പല സ്റ്റെപ്പുകളിൽ കൂടെ വേണം എനിക്ക് ആഗ്രഹം സാധിക്കാൻ. ഒരു വീടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങി ലോൺ എടുക്കണം, പൈസ ഉണ്ടാക്കണം, പലരുടെ നിന്നൊക്കെ കടം വാങ്ങിക്കണം, അല്ലെങ്കിൽ വേറെ സോഴ്സുകൾ, അല്ലെങ്കിൽ ഒരു വസ്തു വിറ്റ് പല രീതിയിൽ അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം ശ്രമിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് പലതരത്തിലുള്ള ചിന്തകളാ. എനിക്ക് ഒരു ഭയങ്കര ഒരു സുഖമാണോ അത്? നമുക്കൊരു നടക്കത്തില്ല, ഇത് നടക്കണം, നമുക്ക് ഈ മനസ്സിങ്ങനെ ചിന്തകൾ കൊണ്ട് നിറയുമ്പോൾ ഒരു സുഖാവസ്ഥയല്ല. പക്ഷെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ, ഓരോ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ആ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വീട് വെക്കുവോ കാർ വാങ്ങിക്കുവോ എന്ന് എക്സാമ്പിൾ പോലെ എടുക്കാം. നമ്മൾ ആ ഒരു ഇതെല്ലാം അതിന്റെ ഫൈനാൻസ് എല്ലാം അടുപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ലോണെല്ലാം സാങ്ഷൻ ആക്കി എല്ലാം കിട്ടി ഒരു വീട് പൂർത്തീകരിക്കും. അന്ന് നമ്മൾ പൂർത്തീകരിച്ച അന്ന്, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിച്ച അന്ന് ഇതെല്ലാം എത്രയോ ശ്രമിച്ചാണ് ഇതെല്ലാം അവസാനം ഒരു കാർ വാങ്ങിച്ച് വീട്ടിൽ നമ്മൾ പൂജ ചെയ്ത് കൊണ്ടുവന്നു. അല്ലെങ്കിൽ അന്ന് വീട് പാല് കാഴ്ച എല്ലാം നല്ലൊരു എല്ലാം കംപ്ലീറ്റ് ആയി. അന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെ പലതരം ചിന്തകളുണ്ടോ? ആ ചിന്തകളെല്ലാം ഒരു മിനിമത്തിൽ വരും. ആ ചിന്തകൾ മിനിമത്തിൽ വരുമ്പോഴാണ് എനിക്ക് ഒരു റിലീഫ്, സുഖം. അപ്പൊ ഞാൻ ഒന്നും ആലോചിക്കുന്നില്ല. പല പല ചിന്തകളില്ല നമുക്ക്. ആ ചിന്തകളെല്ലാം മിനിമത്തിലാവുന്നു. ആ മിനിമത്തിലാവുമ്പോഴാണ് എനിക്കൊരു സുഖം വരുന്നത്. അപ്പൊ നമ്മളെന്ത് വിചാരിക്കുന്നേ? ഈ കാർ വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീട് വെച്ചത് കൊണ്ടാ സുഖം വന്നേന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതേ സമയത്ത് അതിന്റെ മെക്കാനിസം എന്തുവാ? എന്റെ ചിന്തകൾ ആ സമയത്ത് ഏറ്റവും മിനിമം ആയി കഴിഞ്ഞു. മിനിമം ചിന്തകൾ, ചിന്തകൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് സുഖാവസ്ഥ. അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എന്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുക? നമ്മളെ കുറിച്ച് ഉള്ളിലോട്ട് നോക്കുന്നില്ലല്ലോ. നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ നോക്കുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ വെളിയോട്ട് നോക്കുക, എന്റെ ആഗ്രഹങ്ങളാ അത് സാധിച്ചപ്പോ എനിക്ക് സുഖം കിട്ടി, ഇത് സാധിച്ചപ്പോ സുഖം കിട്ടി. പക്ഷെ ശരിക്കും എന്താ? ആ സമയത്ത് എനിക്ക് ചിന്തകൾ മിനിമത്തിൽ വന്നതുകൊണ്ടാണ് സുഖം. അപ്പം നമ്മൾ ഈ ആഗ്രഹങ്ങളുടെ എനിക്ക് എല്ലാരും കർമ്മം ചെയ്യുന്ന എന്തിനാ? എനിക്ക് സുഖം വരണം. ഈ ആഗ്രഹങ്ങൾ സാധിച്ചല്ല നമുക്ക് സുഖം വരേണ്ടത്. നമ്മള് മനസ്സിനെ എപ്പോഴും ശാന്തതയിൽ, എന്നുവെച്ചാല് ആഗ്രഹങ്ങൾ സാധിക്കണം, അതിന്റെ ആസക്തിയിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒത്തിരി ചിന്തകൾ വരുന്നത്. ഒരു ആഗ്രഹം സാധിക്കുന്നതിന് അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നു. അത് നമുക്ക് കർമ്മഫലം വരും. അത് നമുക്ക് ആസക്തി ഇല്ലാതെ ഒരു കർമ്മം ചെയ്യാം, ആസക്തിയോടെയും ചെയ്യാം. അപ്പം ഈ ആസക്തിയാണ് എന്റെ ദുരിതത്തോട്ട് നയിക്കുന്നത്. കൂടുതൽ ചിന്തകൾ,
നമ്മൾ ആസക്തി ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ മിനിമം ചിന്തകളായിരിക്കും. അപ്പം ഈ ഒരു ഏത് കാര്യങ്ങളും നമ്മൾ മിനിമത്തിൽ എന്റെ മനസ്സിനെ കാം ചെയ്തുകൊണ്ട് സമാധാനത്തില് നമ്മളിങ്ങനെ ഒരു ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് സങ്കല്പങ്ങൾ പോകും. ഒരു ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ ഒരു കാറ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കണം, ഉടനെ എങ്ങനെയുള്ള കാറ് വാങ്ങിക്കണം, നമ്മൾ ഈ സങ്കല്പങ്ങളിലോട്ട് പോകും. അടുത്ത് ഈ ഒരു ആഗ്രഹം ജനിച്ചാൽ സങ്കല്പങ്ങളിലോട്ട് പോയാണ് ഈ ആസക്തിയിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ അത് വേണ്ട നടക്കേണ്ട ആ നമ്മൾ ആ പറഞ്ഞ ആത്മസംയമനം പറയത്തില്ലയോ, നമ്മൾ ആഗ്രഹത്തിന്റെ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ ആസക്തിയിലോട്ട് പോയി. നമ്മൾ അറിയുന്നില്ല ആസക്തി എന്താ, ആഗ്രഹം എന്താന്ന്. ഒരാഗ്രഹം വന്നാൽ അതിനെ എത്രത്തോളം ഭംഗി, അതിനെ ഒരു സങ്കല്പത്തിൽ കൂടെ പോയാണ്. ഈ സങ്കല്പം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അനാവശ്യമായ സങ്കല്പങ്ങളിലോട്ട് പോയി എനിക്ക് ഒത്തിരി ചിന്തകളെ കൂട്ടുമ്പോഴത്തേക്ക് എനിക്ക് ദുഃഖാവസ്ഥയിലോട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഈ ചിന്തകളെ മിനിമൈസ് ചെയ്യാൻ അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ പരിശീലിച്ചാൽ എനിക്ക് സുഖം, ഒരു ശാന്തത എനിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെ വികാരത്തിൽ ചെയ്താൽ, വികാരത്തിൽ മീൻസ് എന്തുവാ, എന്റെ വാസന വെച്ചാല് ഒരു ആഗ്രഹം ജനിക്കും, അതിന്റെ പുറത്ത് ആസക്തി വരും. ഇതാണ് എന്റെ വാസനയുടെ ഒരു പ്രത്യേകത ഇതാണ്. അതേ സമയത്ത് ഞാൻ അത് വികാരത്തിൽ നിന്ന് മാറി വിവേകത്തിൽ, നമ്മുടെ എല്ലാ സ്വധർമ്മത്തിൽ വരുന്ന, എനിക്ക് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസ് വരുന്ന ഓരോ സ്വഭാവമുണ്ട്, അതിന് ആഗ്രഹങ്ങളുണ്ട് അവർക്ക്. ആ ആഗ്രഹങ്ങളെ വിവേകത്തിൽ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആ മനസ്സിന്റെ നില തെറ്റാതെ സംയമനത്തിലായി, ആത്മസംയമനത്തിലായിരിക്കും വിവേകത്തിൽ എന്ന് പറയുമ്പോഴേ. അപ്പൊ മനസ്സിന് അനാവശ്യമായ ദുരിതം വന്നു ചേരുന്നില്ല. ഇങ്ങനെ ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമുക്ക് ശാന്തതയും കിട്ടും, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണവും നടക്കും. അപ്പൊ പക്ഷേ ഇങ്ങനെ ചെയ്ത് എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ തീർത്തിയല്ല നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൽ പോകാൻ പറ്റുന്നത്. അത് അടുത്ത സമയം ഈ മനസ്സ് പ്രസന്നമാവുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നശിക്കുന്നു എന്നതിന് സർവ്വവാസനകളും ക്ഷയിക്കുന്നു എന്നർത്ഥമാണ്. വാസനയുടെ പുകമറ ബുദ്ധിയെ വ്യാമോഹിപ്പിക്കുന്നുവെന്നും അതാണ് ദുഃഖഹേതുവെന്നും ബുദ്ധിയോഗം അവലംബിച്ച് വാസനമറ നീക്കി പരമപദം പോകാമെന്നും മുഖവരയിൽ പ്രസാക്കിയുണ്ട്. എന്തോ ഈ ബുദ്ധിയോഗം നമ്മുടെ ഇന്റലക്ട് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വിവേകമാണ്, ഇന്റലിജൻസ് ആണത്. അപ്പൊ നമ്മുടെ ഈ വികാരത്തിൽ നിന്ന് മാറി, അതാ മനസ്സ് പ്രസന്നമാകുമ്പോൾ സർവ്വ ദുഃഖങ്ങൾ നശിക്കും. പ്രസന്നമാവുമ്പോൾ ഞാൻ ശാന്തമാവുമ്പോൾ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ പ്രസന്നമാവുമ്പോൾ അവിടെ എനിക്ക് മിനിമം ചിന്തകളായിരിക്കും, എന്റെ ചിന്തകൾ കുറവായിരിക്കും. ആ സമയത്താണ് എനിക്ക് മനസ്സിന് സുഖമുണ്ടാകുന്നത്, മനസ്സ് പ്രസന്നമാവുന്നത്. വാസനയാണെങ്കിലോ അത് എന്റെ തെറ്റിദ്ധാരണയെ ബുദ്ധിയെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. എന്നെ വേറൊരു വഴിക്കോട്ടായിരിക്കും കൂടെ. അതെന്ന് വെച്ചാൽ ഈ വാസന എന്നെ ഈഗോ വേറൊരു വഴിക്ക് നയിക്കും, ഈ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക്. അങ്ങനെ ഞാൻ ആഗ്രഹപൂർത്തി പോകുമ്പോഴത്തേക്ക് അതെന്റെ വാസനകളെ കൂട്ടിക്കും. ഓരോ സങ്കല്പങ്ങളിൽ കൂടെ ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് എന്റെ വാസനകളെ കൂട്ടും. ആ വാസന എന്ന് വെച്ചാൽ അത് ഒരു മറയാണ്. ഏതുമായിട്ടുള്ള മറ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തിനെ മറയ്ക്കുന്ന മറയാണ് ഈ വാസനകൾ. ഇങ്ങനെ നമ്മൾ ഈ വികാരത്തിൽ ചെയ്യുമ്പോഴത്തേക്ക്, നമ്മുടെ വാസനകളിൽ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം അതെനിക്ക് ആ വാസന മറ നീക്കിയാലേ എനിക്ക് നമുക്ക് പരമപദത്തിലുണ്ട്, ചില പരമമായ ശാന്തിയിലോട്ട് പോകാൻ പറ്റുമ്പോ, മോക്ഷത്തിലോട്ട്. അപ്പം അടുത്തത്, ജീവിതരംഗത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് എല്ലാ വാസനകളെയും സ്വയം നിർമാർജനം ചെയ്യാനാവില്ല. അപ്പൊ നമ്മള് ഈ ജന്മം വന്നത് തന്നെ എത്രയോ ജന്മങ്ങളിൽ കൂടെ വന്ന് അതിന്റെ ഒരു വലിയ ഭാണ്ഡമായിട്ട് നമുക്കറിയാം. നമ്മുടെ ഓരോ ശീലത്തിൽ നിന്ന് നമുക്ക് മാറാൻ ഇത്ര പ്രയാസമാണ്. കാരണം ഈ ശീലങ്ങളെല്ലാം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാ. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളാ, എല്ലാവരുടെയും ശീലം ഒരേപോലാണോ? പക്ഷെ നമ്മുടെ ശീലത്തിൽ നിന്ന് മാറാൻ നമുക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ ഇത് നമ്മൾ ഈ കാര്യങ്ങളെ, പാരമാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ ഇത് ഞാൻ കൊണ്ടുവന്ന വാസനയാണെന്ന് ഈ മനുഷ്യന് മാത്രമേ ഇതിനകത്ത് മാറാൻ പറ്റത്തുള്ളൂ. മൃഗത്തിന്റെ ലെവലിൽ പോലും ആ വാസനയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഒരു മൃഗത്തിനും ഒരു സസ്യത്തിനും അവരുടെ അത് വന്ന വാസനയിൽ നിന്ന് വിട്ടു പോകാൻ കർമ്മം ചെയ്യാനേ പറ്റത്തില്ല. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ വാസനയിൽ നിന്ന് മാറി ചെയ്യാം. അതാ എനിക്ക് വികാരത്തിലും വാസനയിലും ചെയ്യാം, വികാരത്തിലും ചെയ്യാം, എനിക്ക് മാറി വിവേകത്തിലും ചെയ്യാം. അപ്പം ഈ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന എല്ലാ വാസന സഞ്ചിത കർമ്മങ്ങളെ, സഞ്ചിത വാസനയാണല്ലോ പ്രാരബ്ധമായിട്ട് മാറുന്നതും ആഗാമികവും ഒക്കെ ആകുന്നത്. അപ്പൊ ഈ സഞ്ചിത വാസന, ഈ പ്രാരബ്ധത്തിനെ എനിക്ക് വിവേകത്തിൽ ചെയ്താൽ എനിക്ക് ഈ വാസനകളൊക്കെ ക്ഷയിച്ചു പോകും. ഈ വിവേകത്തിൽ ചെയ്യുമ്പോഴോ പുതിയ വാസനകൾ ഉണ്ടാകത്തുമില്ല, ഈ ഇരിക്കുന്ന വാസനകൾ കുറഞ്ഞും വരും. അങ്ങനെ ഞാൻ ഈ പാരമാർത്ഥ സകല ഈ ജ്ഞാനത്തിലോട്ട് അടുക്കും തോറും എന്റെ ബാക്കിയുള്ള വാസനകള് ക്ഷയിച്ചു പോകും. ക്ഷയിച്ചല്ല, ദുർബലമായി വന്ന് ആത്മസാക്ഷാത്കാരം കിട്ടുന്നതോടുകൂടി ബാക്കിയുള്ള വാസനകളെല്ലാം
അതങ്ങ് അത് ആ ജ്ഞാനാഗ്നിയിൽ കത്തിപ്പോകുന്ന പറയും, നശിച്ചു പോകും, വാനിഷായി പോകും അത്. അപ്പം എല്ലാം ഈ നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്ന വാസനകളെ എല്ലാം അനുഭവിച്ചു തീർത്ത് എനിക്ക് മുക്തിയിലോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് ഈ എന്റെ വാസനാകർമ്മങ്ങളെ ഞാൻ വിവേകത്തിൽ ചെയ്ത്, എന്നുവെച്ചാൽ ആത്മസംയമനത്തോടുകൂടി. വിവേകം എന്ന് പറയുന്നത് എന്തുവാ? ആത്മസംയമനം, സമചിത്തത. ഈ സമചിത്തത പൂർത്തീകരിച്ചാൽ, എന്നുവെച്ചാൽ 100% മനസ്സിനെ സമചിത്തതയിലോട്ട് കൊണ്ടുവന്നാൽ തന്നെ എന്റെ ഈ വാസനകളെല്ലാം, ആ അവസ്ഥയാണ് ജീവൻ മുക്താവസ്ഥ. ഞാനിങ്ങനെ ഓരോന്ന് പരിശീലിച്ചിങ്ങനെ ഈ മനസ്സിന്റെ സമചിത്ത അവസ്ഥയാണ് ജീവൻ മുക്താവസ്ഥ. എന്നിട്ടാണ് ധ്യാനത്തിൽ കൂടെ ബ്രഹ്മനിർവ്വാണത്തിലൂടെ പോകുന്നത്. നിർവ്വാണം, മുക്തിക്ക് 2 അവസ്ഥയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ജീവൻ മുക്തിയും, 2 ബ്രഹ്മനിർവ്വാണം. ഈ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് മനസ്സിന്റെ സമചിത്തത വരിക്കുന്നത് ആ തലമാണ്. അപ്പൊ ഈ സമചിത്തത വരിച്ച ആ അവസ്ഥയാണ് ജീവൻ മുക്താവസ്ഥ. ആ ജീവൻ മുക്ത എന്ന് വെച്ചാൽ സമചിത്തനായ ഒരു യോഗിക്ക് മാത്രമേ ധ്യാനത്തിൽ കൂടെ ആ മനസ്സിനെ, ആ ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പരമമായ ശാന്തി. ഇപ്പം ജീവൻ മുക്താവസ്ഥയും ബ്രഹ്മനിർവ്വാണവും ആ ടെസ്റ്റിനകത്ത് ചോദിച്ചിട്ട് ഇതാണ് ജീവൻ മുക്താവസ്ഥ. അപ്പം നമുക്ക് ഇതിന് ആത്മനേത്രത്തിന്റെ സഹായത്തോടെ മനസ്സിനെ സ്വാധീനിച്ച് പ്രശാന്തിയുടെ പവിത്രവേദിയിൽ പ്രതീക്ഷിക്കുക. അവിടെ വാസനകൾക്ക് നിലനിൽക്കാൻ അത് അവിടെ കത്തിപ്പോവും, അവിടെ ഇല്ലാതെ വാനിഷ് ആവും. അത് നമ്മൾ മറ്റെല്ലാ വാസനകളും അനുഭവിച്ചു തീർക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മൾ അതേ സമയത്തോ നമ്മൾ ഈ വികാരത്തിൽ ചെയ്തുകൊണ്ടിരുന്നാലോ, എന്റെ ജന്മങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും, ഞാൻ ഈ ഭാണ്ഡവും പേറി ഈ ദുരിതാവസ്ഥയെ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും. ഇതാണ് നമ്മൾ എന്തിനിത് അഭ്യസിക്കണം? ഈ പ്രസാദം എന്തിനു കിട്ടണം എനിക്ക്? അതാ നമ്മൾ ഓരോ കർമ്മയോഗത്തിൽ കൂടെ എന്റെ കർമ്മം വെച്ചാൽ എന്റെ വിവേകത്തിൽ കൂടെ ഞാൻ ഓരോ പ്രവൃത്തികളും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ പ്രസാദം ഉണ്ടാവും. പ്രസാദം വെച്ചാൽ എന്തുവാ? സ്വസ്ഥതയും സമാധാനം. ഇതിനെ ഞാൻ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ സാക്ഷാത്കാരത്തിൽ പോകുമ്പോൾ ബാക്കി വാസനകളെല്ലാം അത് വാനിഷ് ആയി പോകും. ഈ ഒരു രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ വാസനകൾക്ക് നിലനിൽക്കാനാവില്ല. അങ്ങനെ വാസനാശോഷണം സംഭവിക്കുന്നു. അമോഘന് കേൾക്കാമോ? 66-ാമത്തെ ശ്ലോകം വായിക്കാവോ? അടുത്തത് ഇപ്പൊ 65 കഴിഞ്ഞപ്പോഴേ. സാർ ഒരു മിനിറ്റ് സാർ, ശരി. ലേഖ ചേച്ചി നല്ലപോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് പ്രിന്റ് എടുത്തിട്ട് എനിക്ക് മൊത്തം വായിക്കാനൊക്കത്തുള്ളൂ. നല്ലതുപോലെ എഴുതിയിട്ടുണ്ട് ലേഖ ചേച്ചി അതിനകത്തിലെ കാര്യങ്ങളെല്ലാം. 66 അല്ലേ? 66. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ച ഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം മനസംയമനം, അതായത് ഏകാഗ്രത ഇല്ലാത്തവന് ആത്മസ്വരൂപത്തെ സംബന്ധിച്ച ബുദ്ധി ഉണ്ടാവില്ല. ഏകാഗ്രത ഇല്ലാത്തവന് ആത്മധ്യാനവുമില്ല. ധ്യാനാഭ്യാസമില്ലാത്തവന് ശാന്തിയും ഉണ്ടാവില്ല. അശാന്തന് എവിടെയാണ് സുഖം? ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങൾ നിർദ്ദേശിക്കുമ്പോഴെല്ലാം മനസ്സിന്റെ പ്രശാന്തിയെ ഊന്നി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. സാംസ്കാരികമായോ ആധ്യാത്മികമായോ പുരോഗതി നേടാൻ പ്രയത്നം ചെയ്യേണ്ടത് ബുദ്ധിയാണല്ലോ. മനസ്സ് സ്വസ്ഥമാണെങ്കിലേ ബുദ്ധിക്ക് തെളിവും മികവും കിട്ടുകയുള്ളൂ. മനോനിയന്ത്രണമില്ലാത്തവന് ആത്മവിചാരം, അതായത് ഭാവന ചെയ്യാൻ കഴിവുണ്ടാവില്ല. തത്വജ്ഞാനത്തിൽ താല്പര്യമോ ലക്ഷ്യബോധം പോലുമോ ഉണ്ടാവില്ല. ആത്മധ്യാനം വഴിക്കല്ലാതെ ശരിയായ മനഃശാന്തി കിട്ടാനും പോകുന്നില്ല. ശാന്തിയില്ലെങ്കിൽ സുഖം എവിടെ? ലക്ഷ്യബോധമുള്ള സാധകന് മാത്രമേ സമചിത്തതയോടെ പ്രതിബന്ധങ്ങൾ എല്ലാം തട്ടിനീക്കി ജീവിതയാത്ര സുഗമമാക്കാനും പരമപദം പോകാനും കഴിയും. അതെ, നമ്മൾ ഈ ആത്മസാക്ഷാത്കാരത്തിലോട്ടുള്ള ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞ തന്നെ ഉപായങ്ങൾ ദർശിങ്ങനെ സാംസ്കാരികമായോ ആധ്യാത്മികമായോ പുരോഗതി നേടാൻ പ്രയത്നം ചെയ്യേണ്ടത് ബുദ്ധിയാണല്ലോ. അതാ നമ്മളിപ്പം വികാരത്തിൽ കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഒരു ഉന്നതി നേടാൻ പറ്റത്തില്ല.
നമ്മുടെ സാംസ്കാരികമായോ ആധ്യാത്മികമായോ പുരോഗതി നേടാൻ പ്രയത്നം ചെയ്യേണ്ടത് ബുദ്ധിയാണ്. മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ബുദ്ധിക്ക് തെളിവും. അതാ നമ്മുടെ മനസ്സ് ഭയങ്കര പ്രക്ഷുബ്ധമാണെങ്കിലോ നമുക്ക് വല്ല ഡയറക്ഷൻ നമുക്ക് ഇത് കിട്ടുമോ? ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഇന്റലക്റ്റിനെ കുറിച്ചല്ല, ഇന്റലിജൻസ്, ആ വിവേകം, ബുദ്ധിയും വിവേകവും. ഈ ഇവിടെ ബുദ്ധി എന്ന് പറയുന്ന ആ വിവേകത്തിനെയാണ്. മനസ്സ് അസ്വസ്ഥമായിട്ടിരുന്നാലും നമ്മൾ ഈ ഓരോ വികാരങ്ങൾ കൊണ്ട് ഇങ്ങനെ വിക്ഷേപത്തിലിരിക്കുമ്പോഴേ ഈ വിവേകത്തിന് പ്രകടമാകാൻ പറ്റുമോ? ഒക്കത്തില്ല. അതാ മനസ്സ് സ്വസ്ഥമാണെങ്കിലേ ബുദ്ധിക്ക് തെളിവും വിവേകവും കിട്ടുകയുള്ളൂ. അപ്പം ഈ മനസ്സ് സ്വസ്ഥമാവണമെങ്കിൽ എന്തോ വേണം? നമ്മൾ ആത്മസംയമനം പരിശീലിക്കണം. നമ്മൾ ഓരോന്നിനെയും നമ്മൾ ഓരോ ചെറിയ കാര്യത്തിലും നമ്മുടെ വികാരത്തിന് അടിമപ്പെടാതെ വികാരത്തിൽ നിന്ന് മാറി നമ്മൾ വിവേകത്തിലോട്ട് ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വലിയ ഇഷ്യൂസ് വരുമ്പോൾ മാത്രമല്ല നമ്മൾ പരിശീലിക്കണ്ടേ. ഓരോ ചെറിയ കാര്യത്തിലും നമ്മൾ ഈ വികാരത്തിൽ നിന്ന് മാറി വിവേകത്തിലോട്ട് വരാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ പരിശീലിക്കേണ്ടത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും വലിയ ക്രൈസിസ് വരുമ്പോഴെന്നുള്ളത് ആ രീതിയിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ചെറിയ കാര്യങ്ങളിലും നമ്മൾ ഈ മനോനിയന്ത്രണം വെച്ചാൽ ആത്മസംയമനം നമ്മൾ പരിശീലിച്ചെടുക്കണം. മനോനിയന്ത്രണം ഇല്ലാത്തതിന് ആത്മവിചാരം ഭാവന ചെയ്യാൻ കഴിവുണ്ടാവുകയില്ല. തത്വജ്ഞാനത്തിൽ താല്പര്യമോ ലക്ഷ്യബോധമോ അങ്ങനെ നോക്കി ഈ മനസ്സിന് ഒത്തിരി വിക്ഷേപങ്ങളോ ദുഃഖമോ ഒക്കെ ഉള്ളവർക്ക് ഈ ഗീത ഒന്നും വായിക്കാൻ തോന്നത്തില്ല. അവരുടെ മനസ്സിനകത്ത് നിൽക്കത്തില്ല, അവർക്കിത് മനസ്സിലോട്ട് കയറത്തില്ല. അതാ മനസ്സിന്റെ എപ്പോഴും ഈ ദുരിതത്തിൽ ഇങ്ങനെ ഭയങ്കര ദുഃഖാവസ്ഥയിലൊക്കെ ഇരിക്കുന്ന അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഗീത വായിച്ച് അങ്ങോട്ട് മനസ്സിലോട്ട് കയറത്തില്ല. എന്നുവെച്ചാൽ അവരൊക്കെ ആ ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ പെട്ടിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളായിട്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സിന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ഈ വിവേകം പ്രവർത്തിക്കുക. ഈ വിവേകിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഗീതയൊക്കെ പഠിക്കാൻ തോന്നത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈ വാസനയിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുന്നവർക്കുണ്ടല്ലോ, വാസനയിൽ അങ്ങോട്ട് ഭയങ്കര ഓരോ ശീലങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഇതൊന്നും വായിച്ചാൽ തലോട്ട് നമുക്ക് എത്രയോ പേരെ നമുക്കറിയാം. നമ്മൾ ഓരോരുത്തർക്ക് പറയുമ്പോഴേ അതൊക്കെ അവർക്കൊക്കെ ഇതൊന്നും അങ്ങോട്ട് മനസ്സിലോട്ട് നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. കാരണം അവര് വാസനയിൽ അങ്ങ് മുഴുകിയിരിക്കുക. അവരുടെ ജന്മം അതാ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും നിർബന്ധിക്കാനും പറ്റത്തില്ല. ഒരിക്കൽ അത് തെറ്റാതെ അത് കൃഷ്ണൻ അടുത്ത് വേറെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. നമ്മൾ ആരെയും നമ്മൾ കമ്പൽ ചെയ്തുകൂടാ. അപ്പൊ നമ്മൾ ആ മനസ്സിന്റെ ആ തലം നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കണം. പതുക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ചാൻസ് നമ്മുടെയൊക്കെ ആ ഒരു മനസ്സൊന്ന് ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമുക്ക് ഓരോ ക്രൈസിസ് ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പുണ്ടായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഈ ഗീത പഠിച്ചതിന് ശേഷം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും രണ്ട് തലമായി യാതൊരു സംശയമില്ലത്. ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ ഈ തത്വജ്ഞാനങ്ങളൊക്കെ ഈ പാരമ്പര്യ സത്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ തന്നെ അത് വികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് സാധിക്കത്തില്ല. അപ്പം അതാ തത്വജ്ഞാനത്തിൽ താല്പര്യമോ ലക്ഷ്യബോധമോ പോലും ഉണ്ടാവില്ല. ആത്മധ്യാനം വഴിക്കല്ലാതെ ശരിയായ മനഃശാന്തി കിട്ടാനും പോകുന്നില്ല. ഈ മനസ്സിന്റെ നമ്മുടെ ഉള്ളിലോട്ട് നോക്കി നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യാതെ ഒരാൾക്ക് മനസ്സുഖം കിട്ടത്തില്ല. കാരണം ഈ മനസ്സ് വഴിതെറ്റി ഈ ഈഗോ, ഞാനെന്ന ഭാവം ഈ വഴിതെറ്റിച്ചുകൊണ്ട് പോകും. അപ്പം ഇതാണ് എന്നെ ദുരിതത്തിലോട്ട് കൊണ്ടുപോയി, എന്റെ ഈഗോയാ. നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങൾ അറിയുമ്പോഴായിരിക്കും നമ്മൾ ഈ വിവേകത്തിലോട്ട് വന്നു തുടങ്ങുന്നത്. അതിനെ പരിശീലിച്ചു തുടങ്ങും. അങ്ങനെ ആത്മസംയമനം നമ്മൾ ഓരോ സമയം കൊണ്ട് പരിശീലിച്ച് നമുക്ക് ഇതിൽ തന്നെയുള്ള കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും. എങ്ങനെ? നമുക്കിത് അനുഭവമായിട്ട് തുടങ്ങും. ഇത് അങ്ങനെ ലക്ഷ്യബോധമുള്ള സാധനം മാത്രമേ സമചിത്തതയോടെ പ്രതിബന്ധങ്ങളെല്ലാം തട്ടി നീക്കി ജീവിതയാത്ര സുഗമമാക്കാനും പരമപദം പോകാനും കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു റൈറ്റ് പാത്തിലാണ് ഉള്ളിൽ. നമ്മളെ ഇതിനകത്തിലെ വേറെ ഈ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഗീത പഠിക്കുന്നതോടുകൂടി നമ്മൾക്ക് അതിനു മുമ്പ് നമുക്ക് പല സാധനങ്ങൾ പല കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം വെറും ഒരു ആചാരത്തിൽ കൂടെ പോകേണ്ട കാര്യമില്ല. മറ്റതെല്ലാം നമ്മൾ ഭക്തിയിലുണ്ടെങ്കിലും ആചാരത്തിൽ കൂടെയുള്ള ഭക്തിയാണ്. ഇതങ്ങനല്ല. ഇത് ആചാരമല്ല. ഇത് നമ്മുടെ മനസ്സിന്റെ മനോഭാവത്തിലുള്ള മാറ്റങ്ങളാണ്. അതാണ് നമ്മൾ ഇവിടെ വരുത്തേണ്ടത്. മറ്റേതങ്ങനെ നമ്മുടെ അന്യഭക്തിയിൽ എങ്ങനെ ഈ ഗീത പഠിക്കുന്നവരെ നമ്മൾ അമ്പലങ്ങളിലെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആചാരങ്ങൾ, പക്ഷെ പെട്ടെന്ന് അതിനകത്ത് ആചാരത്തിൽ മാറാനും പറ്റത്തില്ല. നമ്മുടെ കുറച്ച് ശീലങ്ങളായി പോയി. പക്ഷെ പതുക്കെ ഇപ്പൊ നമ്മൾ എന്റെ ആ ആചാരത്തിനെക്കാട്ടിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്റെ മനോഭാവമാണ്. ഏത് മനോഭാവം? ഈ പാരമാർത്ഥ്യ സത്യങ്ങളെ ഞാൻ മനസ്സിലാക്കണം. പാരമാർത്ഥ്യ സത്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്ത് അതിനെ ആ സത്യം ഞാൻ മനസ്സ് ഉൾക്കൊണ്ട് അതിൽ ഉറയ്ക്കണം. അല്ലാതെ ആചാരത്തിൽ ഉറയ്ക്കുന്നതല്ല മുഖ്യം. ഞാൻ ആ സത്യത്തിൽ ഉറയ്ക്കുന്ന പാരമാർത്ഥ്യമായ സത്യങ്ങളെ മനസ്സിലാക്കി അത് നമുക്ക് ഈ ഗ്രന്ഥങ്ങളിൽ കൂടെ ഒരു ഗുരുവിൽ കൂടെ കിട്ടത്തുള്ളൂ. നമുക്ക്
കോമൺ സെൻസിൽ കൂടെ നമുക്ക് എത്ര ബുദ്ധിമാനായാലും അങ്ങനെ കിട്ടുന്ന ഒരു സംഗതിയല്ലത്. അപ്പം ഇതിൽ കൂടെ ഞാൻ അറിയുന്ന സത്യങ്ങളെ മനനം ചെയ്ത്, അതല്ലയോ ആദ്യം ശ്രവണം വെച്ചാല് ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതും ഗുരുക്കന്മാരിൽ കേൾക്കുന്നതും ഒക്കെ ചേർന്ന് അത് ശ്രവണമാണ്. ശ്രവണം, പിന്നെ മനനം, പിന്നെ നിധിധ്യാസനം. അതിനെ എന്റെ സ്വഭാവത്തിലോട്ടാക്കണം. ഞാൻ എന്നെ പരിശീലിക്കണം. അങ്ങനെ നമുക്ക് ഈ ആത്മസാക്ഷാത്കാരം നീങ്ങാൻ പറ്റും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ രണ്ട് ശ്ലോകമായി. ഇത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. അപ്പൊ ഇനി ഒരു 3-4 ശ്ലോകം കൊണ്ട് ഇത് തീരുകയാണ് ഈ സാഖ്യയോഗം. 3-4 71 വരെ ഉള്ളു. ഇപ്പൊ 66 നമ്മൾ. 71 വരെ ഉള്ളു ശ്ലോകം ഈ സാഖ്യയോഗം, 72 വരെ. അതുകൊണ്ട് സാഖ്യയോഗം തീരുക. സാഖ്യയോഗം തീർന്നിട്ട് ഇപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊരു ശരിക്കും എന്താണ് മനസ്സിലാക്കിയെന്ന് ഓരോരുത്തർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ എന്താണ് മനസ്സിലാക്കിയത്, നമ്മളിങ്ങനെ ഓരോ ചാപ്റ്റർ പോയിട്ട് കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് എന്താ മനസ്സിലാക്കിയെന്നാൽ നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യണം. നിങ്ങൾ തന്നെത്താനെ ഓരോന്ന് നിങ്ങളുടേതായ രീതിയിൽ അതിനെ അസസ് ചെയ്യണം. ഓരോ ചാപ്റ്ററും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഇത് പ്രയോജനം ഇത് മനസ്സിലായോ ഇല്ലെങ്കിൽ തറവായിട്ട് പോകണം. ഈ 2-ാം അധ്യായം സാഖ്യയോഗം എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയുടെ ഒരു കൺസൈസ്, അതൊരു രത്ന ചുരുക്കമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഇതിന്റെ എലാബറേറ്റ് ആണ് ഇനി ഞാൻ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും. അപ്പൊ ഇതിനെ ഒരു ആബ്സ്ട്രാക്ട് പോലാണ് ഈ സാഖ്യയോഗം. സാഖ്യയോഗം ശരിക്കും മനസ്സിലായാൽ ഇതിന്റെ അടുത്ത ചാപ്റ്ററൊക്കെ വളരെ ഈസി ആവും. അപ്പൊ ഈ ബേസിസ് എല്ലാം നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് നമുക്ക് പോകണം. എന്തെങ്കിലും പറയാനുണ്ടോ? അതുപോലെ അമോഘം ടെസ്റ്റ് ചെയ്തതില് അമോഘന്റെ 12 ഈ ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്നുള്ള ആ കൺസെപ്റ്റില് അത് നല്ലൊരു കൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലയോ, ഈ ആദി ദൈവികവും ആദി ഭൗതികവും ഒന്ന് ശരീരമായിട്ട്, ആധ്യാത്മികം എന്ന് വെച്ചാൽ എന്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് എന്റെ താപത്രയം വെച്ചാൽ അതാണ് താപത്രയം വെച്ചാൽ ഒന്ന് എന്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ട്, അത് മനസ്സും ശരീരവും. എന്റെ മനസ്സിലുള്ള ദുഃഖമാകാം, ശരീരത്തിന്റെ ദുഃഖമാകാം, അത് ആധ്യാത്മികം. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവനും, ഞാൻ പറഞ്ഞിട്ടുള്ള ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവനുകളും, അത് മനുഷ്യരാകാം, മൃഗമാകാം, സസ്യമാകാം, എല്ലാ ജീവനുകളും ആയിട്ട് എനിക്ക് അതുമായിട്ട് അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് ദുഃഖമാവും. ഞാൻ വളർത്തുന്ന ഒരു പട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു പൂച്ചയുണ്ട്, അതിനെന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം വരത്തില്ലേ? എന്റെ ബന്ധുക്കള്, എന്റെ അച്ഛന്, അമ്മ, മക്കള്, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെയുള്ള ബന്ധുക്കള് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവർക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം വരും. അപ്പം ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവനുകളും ഉണ്ടാവുന്ന ദുഃഖം എന്റെ ദുഃഖമായിട്ട് മാറും. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ, ഞാൻ സമ്പാദിച്ച പണവും വീടും കാറും എന്റെ ജോലിയും, അതിനകത്ത് ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് വെച്ചാൽ അതിന് പൊസഷൻസും വരും. ഞാൻ പൊസസ് ചെയ്യുന്ന, ഞാൻ എനിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് അത് ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇത് മൂന്നുമാണ് ഈ താപത്രയം. ഈ ഒരു കൺസെപ്റ്റ് അമോഘ ശരിയായിട്ട് നല്ല എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലേഖിച്ചിട്ട് മൊത്തം എടുത്തില്ല, ഒത്തിരി പേജുണ്ട്, പ്രിന്റ് എടുത്തിട്ടില്ല. നന്നായിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക്. ഞാൻ മൊത്തം ഒന്ന് പ്രിന്റ് എടുത്തിട്ട് ഞാൻ വായിച്ചിട്ട് നമുക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് വിളിക്കാം. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, നമുക്ക് നാളെ